ഇനിയുള്ള ഓരോ നിമിഷവും നമ്മൾ കരുതിയിരുന്നേ മതിയാവും. അല്ലെങ്കിൽ വർമ്മൻ കുടുംബം തന്നെ ഈ ഭൂമിയിൽ ഇല്ല എന്ന് വരും. ഇന്നലെ തന്നെ അതിന്റെ സൂചനകൾ നടന്നു കഴിഞ്ഞു. എന്താ എന്തോ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ അവിടെ ഒരാള്, അയാളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാ, ലൈക്ക് സ്നൈപ്പർ ഗൺ. രാജനന്ദിനി വിലാസം എന്ന ആ വീട് ഒട്ടും സേഫ് അല്ല. എത്രയും പെട്ടെന്ന് ആ വീട് ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ. ഈ ജില്ലയിൽ തന്നെ വർമ്മൻ ഗ്രൂപ്പിന് എത്രയോ ഗസ്റ്റ് ഹൗസുകളുണ്ടെന്ന് മാഡത്തിന് അറിയാമോ? ആദ്യം താമസിച്ചിരുന്ന വീടും ഇപ്പൊ താമസിക്കുന്ന വീടും ജിഡിക്ക് മനപ്പാടമാണ്. അവന് ബ്ലൂ പ്രിന്റ് അറിയാത്ത പുതിയൊരു വീട്ടിലേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇക്കാര്യം രവി സാറിനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ബട്ട് ഹി wounded me in words. എന്തോ വാശിയിലെ രവി സംസാരിക്കുന്നത്. സാർ പറഞ്ഞ സഹായം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ കാര്യം രവി സാറിനോട് പറയാൻ എനിക്ക് പേഴ്സണലി പറ്റില്ല. പക്ഷെ പറയേണ്ടവര് പറഞ്ഞ ആ വാക്ക് രവി സാർ തള്ളിക്കളയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ആളിനെ രാജാറാം സാറിന് മനസ്സിലായിട്ടുണ്ടാവും. ഗായത്രി ദേവി അമ്മ. അമ്മയോട് ഞാനൊന്ന് സംസാരിക്കാം. ആ കുടുംബത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ആ കുടുംബത്തിനോ അവർക്കോ ഒന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷെ അവൻ ആ ജിഡിയെ വെറുതെ വിടരുത് രാജാറാം സാർ. അവന്റെ വരവ് എന്തായാലും രാജനന്ദിനി വിലാസത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു തവണ കൂടി അതിനുള്ള സാവകാശം അവന് ഞാൻ കൊടുക്കില്ല. അതിനു മുമ്പ് അവന് ഞാൻ രവി സാറിന്റെ മുന്നിൽ കൊണ്ട് ഇട്ടുകൊടുക്കും. ജീവനോടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും. അമ്മേ, ഇന്നെങ്കിലും സമയത്ത് ഭക്ഷണവും മരുന്നൊക്കെ കഴിച്ചോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം അമ്മയുടെ വക കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. എന്തിനാണെന്നാണ് മോൾ ആലോചിക്കുന്നത്? നമ്മുടെ രാജനന്ദിനി സിൽക്സ് എക്സ്ക്ലൂസീവ് സാരി ഷോറൂമിന്റെ മോഡലായി മോളെ തെരഞ്ഞെടുത്തതും ആഡ് മേക്കേഴ്സ് വന്നതുമെല്ലാം അമ്മ അറിഞ്ഞു. ഓ, ഇപ്പൊ തനിക്ക് സമാധാനമായല്ലോ. എന്റെ അമ്മേ, അതും പറഞ്ഞെന്ന് ഒരു മിനിറ്റ് പോലും എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല. ഞാൻ ശരിയാവോ, എന്നെ കൊണ്ട് പറ്റുമോ, ഇനി മോഡലാകുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ എന്നൊക്കെയായിരുന്നു പ്രധാന ടെൻഷൻ. എന്റെ ഉയിരെടുത്തില്ലെന്നേ ഉള്ളൂ. സത്യമേ, അമ്മ ഇതെങ്ങനെ ഉൾക്കൊള്ളുന്ന് എനിക്ക് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. രാജനന്ദിനി മാഡത്തിന്റെ പേരിലുള്ള പ്രോഡക്ട്സിൽ ഞാൻ മോഡലാവുമ്പോ അമ്മയ്ക്കിനി അത് ഇഷ്ടാവോ ഇല്ലയോന്ന്. എന്നാൽ ഇനി അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിന്റെ കാര്യമില്ല. അമ്മയ്ക്ക് പൂർണ്ണ സമ്മതവും സന്തോഷവും തന്നെയാ. മോള് തന്നെയാ അതിന് ഏറ്റവും യോഗ്യായിട്ടുള്ളത്. ഇവര് തമ്മിലുള്ള ഈ പരസ്പരം പുകഴ്ത്തൽ കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ളവർക്ക് പോവായിരുന്നു. മാത്രമല്ല, ഇപ്പൊ രവിയുടെ ജീവിതത്തിലും ഈ കുടുംബത്തിലും രാജനന്ദിനിക്ക് പകരക്കാരിയായിട്ടല്ല, നന്ദിനി മോളായിട്ട് തന്നെയാ നീ ഉള്ളത്. അങ്ങനെയുള്ളപ്പോ ആ കാര്യത്തിൽ മോൾക്ക് ചിന്താക്കുഴപ്പം ഒന്നും വേണ്ട. എല്ലാരും നിർബന്ധിച്ചപ്പോ ഞാൻ ഓക്കെ പറഞ്ഞതാ. ഇതിനോട് ഒരു ഭ്രമവും അന്നും ഇന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ കിട്ടിയ ഈ ജീവിതം തന്നെ ഭാഗ്യമായി കാണുന്നയാളാ ഞാൻ. ഇതിനൊക്കെയുള്ള അർഹതയുണ്ടോന്ന് പോലും എനിക്കറിയില്ല അമ്മേ. ഇവിടെ അർഹതയുടെ കാര്യം ഒന്നുമില്ല മോളെ. അമ്മ മനസ്സിലാക്കിയെടുത്തോളം ഓഫീസിലായാലും വീട്ടിലായാലും ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ ഉചിതമായ തീരുമാനമെടുക്കാനും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും മോൾക്ക് പ്രാപ്തിയുണ്ട്.
അത് തന്നെയാ മോൾക്കുള്ള ഏറ്റവും വലിയ അർഹതയും. അത് അമ്മ പറഞ്ഞത് സത്യ. ശ്രീലക്ഷ്മി ആദ്യം ഓഫീസിലേക്ക് വന്നപ്പോ തന്നെ ഞാനത് ശ്രദ്ധിച്ചതാ. പഞ്ച്വൽ ആൻഡ് ആക്യുറേറ്റ്. എന്റെ പല ഐഡിയാസും ശ്രീലക്ഷ്മിയുടെ ഒപ്പീനിയനാ. അതെനിക്കും തോന്നി. അവസാനം എന്താ സംഭവിച്ചെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ. അസിസ്റ്റന്റ് എന്നും പറഞ്ഞ് ഒരു റോസ്മേരിയെ കൊണ്ട് ഇറക്കിയത് ഞാനല്ല. 1,00,000-ന് 100 കോടി വിശ്വസിച്ചത് ഞാനല്ലല്ലോ. 100 കോടിക്ക് എത്ര പൂജ്യം ഉണ്ടെന്നെങ്കിലും രഘുവിന് അറിയൂ? പിന്നെ അറിയാതാണോ? പക്ഷേ ആ പൂജ്യത്തിനൊന്നും ഒരു വിലയില്ലായിരുന്നുവെന്ന് രേഖയ്ക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഏയ് രഘു, വെറുതെ വഴക്കുണ്ട. ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വന്നല്ലേ, എല്ലാരും പോയി ഫ്രഷ് ആന്ന് നോക്കിയാ. ചെല് ചെല് ശ്രീലക്ഷ്മി. നിൽക്ക്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. സത്യം പറഞ്ഞ ഇത് കാര്യം പറച്ചിൽ മാത്രമല്ല, എന്റെ ഒരു ആഗ്രഹം എന്ന് വേണേലും പറയാം. എന്താ അമ്മേ, എന്താഗ്രഹം? അത് എന്താണെങ്കിലും ദാ നടന്നു കഴിഞ്ഞു. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ. അതിൽ അഭിപ്രായം പറയേണ്ടത് രവിയും ശ്രീലക്ഷ്മിയുമാണ്. അമ്മേ, സസ്പെൻസ് മതി, ആഗ്രഹം പറയ്. അത് വേറൊന്നുമല്ല, ഈ ഫോട്ടോഷൂട്ട് രാജനന്ദിനി സാരീസിന്റെ അല്ലേ? അപ്പോ ആ ഷൂട്ടിൽ രാജനന്ദിനിയുടെ ആഭരണങ്ങൾ വേണം ശ്രീലക്ഷ്മി അണിയാൻ. നന്ദിനി മോൾ അത് അണിഞ്ഞിരുന്നപ്പോ വശ്യമായ ഒരു പ്രൗഢി ഉണ്ടായിരുന്നു ആ ആഭരണങ്ങൾക്ക്. അത് മോൾ അണിയുമ്പോ അതിന്റെ പ്രൗഢിയും അഴകും കൂടുകയുള്ളൂ. അന്ന് അബദ്ധത്തിൽ ചെയ്തതാണെങ്കിലും ഇനി മോളത് ബോധപൂർവം ചെയ്യണം. അല്ല മാം, അത് വേണ്ടമ്മേ, അത് ശരിയാവില്ല. ഞാൻ പറയുന്നതുകൊണ്ട് അമ്മയ്ക്കൊന്നും തോന്നരുത്. രാജനന്ദിനി മാഡത്തിന്റെ ആഭരണങ്ങൾ ഞാൻ അണിയുന്നത് ശരിയായ ഒരു രീതിയല്ല. രവി എന്തു പറയുന്നു കരുതിയാണ് മോൾ അങ്ങനെ പറയുന്നത്? അല്ലമ്മേ, ചിലപ്പോ സാറ് സമ്മതിക്കുമായിരിക്കും. ഒരു തവണ ഞാൻ അറിയാതെ ചെയ്തത് ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം, അന്ന് മോളെ ഇവിടെ എല്ലാരും കുറ്റം പറഞ്ഞതുകൊണ്ടാ മോൾ ഇങ്ങനൊക്കെ പറയുന്നത്. ഒരു വിധത്തിൽ ആലോചിച്ചു നോക്കിയാൽ ആ ആഭരണങ്ങളെല്ലാം മോളുടേത് തന്നെയാ. ഇനി അതിന് അവകാശിയും നീ തന്നെയാ, നീ മാത്രം. ശ്രീലക്ഷ്മി, അമ്മ പറഞ്ഞ പോലെ ആ ആഭരണം മുഴുവൻ തനിക്ക് സ്വന്തമായി. ഇനി അതും അമ്മ സന്തോഷത്തോടെ തരുന്നല്ലേ, വേണ്ടെന്ന് പറയണ്ട, ധൈര്യമായി സ്വീകരിച്ചോ. ഇയാൾക്കിത് എന്തിന്റെ കേടാ? അമ്മായിയമ്മയും മരുമോളും തകർത്ത് അഭിനയിക്കുകയാണല്ലോ. ആഭരണം എടുത്തോ എന്നൊരാള്, വേണ്ട വേണ്ട എന്ന് മരുമോളും. എന്തൊരു നാടകമാണോ എന്തോ. ഇതിലിനി അവാർഡ് ആര് കൊണ്ടുപോകുന്നു മാത്രം അറിഞ്ഞാൽ മതി. ഈ സീനിൽ യാതൊരു റോളും ഇല്ലാത്ത ഇദ്ദേഹം ഇനി ഗസ്റ്റ് കളിച്ച് അവാർഡ് മേടിക്കാനും മതി. അമ്മയുടെ ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട് രഘു സർ. പക്ഷേ അതിനെല്ലാം അപ്പുറം ഞാൻ എന്റെ ഭർത്താവിന് കൊടുത്തൊരു വാക്കുണ്ട്. രാജനന്ദിനെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാനിനി ചോദിക്കില്ല, ആലോചിക്കില്ല എന്ന്. ആ വാക്കിനപ്പുറം എന്നിൽ നിന്നൊരു പ്രവൃത്തി ഉണ്ടാവാൻ പാടില്ല. അതിനെല്ലാം അപ്പുറം രാജനന്ദിനിയുടെ ഓർമ്മകൾ മാത്രമേ ഇനി ആ റൂമിൽ അവശേഷിക്കുന്നുള്ളൂ. അതിൽ വലിയൊരു പങ്ക് ആ ആഭരണങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. അതറിഞ്ഞു വെച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് എന്റെ അഹങ്കാരമായിട്ട് അമ്മ കാണരുത്. നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാൻ എത്രയോ ചെറുതാണെന്ന ബോധ്യം എനിക്കുണ്ട്. അതിനപ്പുറം എന്റെ മനസ്സ് പറയുന്നുണ്ട് ഇത് വേണ്ടെന്ന്. ഞാൻ എന്നെ തന്നെ ചതിക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തി ഞാൻ എങ്ങനെ ചെയ്യുമേ? മോളെ ശ്രീലക്ഷ്മി, മോൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം. അതിനിവിടെ ആരും നിന്നെ നിർബന്ധിക്കില്ല. അതുകൊണ്ട് അമ്മ ഇപ്പൊ പറഞ്ഞത് മോള് മറന്നേക്ക്. അതോർത്ത് നീ വിഷമിക്കണ്ട. സന്തോഷായമ്മ. എന്നെ മനസ്സിലാക്കിയതിനും ഞാൻ പറഞ്ഞതൊക്കെ അതേ രീതിയിൽ തന്നെ അംഗീകരിച്ചതിനും.
ഹലോ സാന്ദ്ര, താൻ മുകളിലേക്ക് വാടോ. ഓ ശരി ശരി, ഓക്കെ. അമ്മേ, സാന്ദ്ര അമ്മയെ കാണാൻ വന്നിട്ടുണ്ട്. താഴെ വെയിറ്റ് ചെയ്യാം. ആ വന്നോ? എന്തോ കാര്യം പറയാനുണ്ടെന്നും ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞിരുന്നു. ആ നിങ്ങൾ പോയി ഫ്രഷ് ആക, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ഈ മദറല്ലോ ഇത്രയും നിർബന്ധിച്ചിട്ടും ശ്രീലക്ഷ്മി ആഭരണങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത് എന്തായിരിക്കും? ആരും അറിയാതെ ഇവൾ അതൊക്കെ എടുത്തോണ്ട് പോയി വിറ്റോ? ഏയ്, അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. പിന്നെ എന്തായിരിക്കും? സാന്ദ്ര എന്തിനാ ഈ സമയത്ത് മദറല്ലോയെ കാണാൻ വന്നത്? എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ, കണ്ടുപിടിക്കണമല്ലോ. എന്താ സാന്ദ്രേ, എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണോ? അതമ്മേ, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണേലും നിനക്കെന്നോട് പറയാലോ. അമ്മേ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് അമ്മ ടെൻഷൻ ആവരുത്. എന്താ മോളെ, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ കാര്യം പറ. ഇല്ല, ഓഫീസിലെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഇവിടെയാണ്, ഈ വീട്ടിൽ. ഇവിടെയോ? ഇവിടെ എന്ത് പ്രശ്നം? സാന്ദ്ര കുഞ്ഞെ, കുഞ്ഞു പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഗായത്രി അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. ഗായത്രി അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കും. ഇനി ഞാനിവിടെ നിൽക്കുന്ന പ്രശ്നമെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് മാറിത്തരാം. എന്താ? ബാലമ്മ എവിടെ പോന്നു? ബാലമ്മയ്ക്ക് അറിയാത്തതായിട്ട് ഇവിടെ എന്താ ഉള്ളത്? അവിടെ നിൽക്ക്. എന്താ സാന്ദ്രേ, സാന്ദ്രയ്ക്ക് എന്താ പറയാനുള്ളത്? ഈ വീട്ടിൽ എന്താ കുഴപ്പം? അമ്മേ, ഞാൻ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയല്ല, അംഗം തന്നെയാണ്. ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എനിക്കത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാനാവില്ല. ഞാനിപ്പോ വന്നത് രാജാറാം സാറ് പറഞ്ഞിട്ടാണ്. രാജാറാമോ? അതെ. രാജാറാം എന്താ പറഞ്ഞത്? അമ്മേ, ഒരിക്കലും നടക്കാൻ പാടില്ലെന്ന് ആഗ്രഹിച്ചത് നടന്നിരിക്കുന്നു. ആ GD എന്നയാള് ജയിലിൽ ചാടിയിരിക്കുന്നു. ജയിലിൽ ചാടിയെന്നോ? അതെ അമ്മേ. ഒരു ഭാഗത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റും മറുഭാഗത്ത് രാജാറാം സാറിന്റെ സെക്യൂരിറ്റി ടീംസും അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ GD എവിടെയാണെന്ന് അവർക്ക് കണ്ടെത്താനായിട്ടില്ല. അഥവാ കണ്ടെത്തിയാൽ തന്നെ അതിനു മുമ്പ് അയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് നമുക്കൊരു ഐഡിയയില്ല. സ്വന്തം ജീവൻ പണയം വെച്ചും രവി സാറിന്റെ ജീവൻ അപഹരിക്കാൻ തയ്യാറായ ഒരാള് ഏതറ്റം വരെയും പോവും. എന്നിട്ട് രവി ഇതറിഞ്ഞില്ലേ? അറിഞ്ഞമ്മേ. GD ജയിലിൽ ചാടിയപ്പോ തന്നെ രാജാറാം സാറ് രവി സാറിന് വിവരം അറിയിച്ചു. വിവരം അറിയിച്ചത് മാത്രമല്ലമ്മേ, മറ്റൊരു കാര്യം കൂടി രാജാറാം സാറ് രവി സാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മോളെ, എന്താ അത്? അതാമ്മേ ഞാൻ പറയാൻ വന്ന രണ്ടാമത്തെ കാര്യം. അത് കേൾക്കുമ്പോ ചിലപ്പോ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. രാജാറാം സാറ് പറഞ്ഞിട്ടും രവി സാറ് ആ നിർദ്ദേശം സ്വീകരിച്ചില്ലമ്മേ. രവി സാറിനെ കൊണ്ടത് സമ്മതിപ്പിക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അമ്മ പറഞ്ഞാലേ രവി സാറ് കേൾക്കൂ. എന്താ മോളെ, എന്താ ഞാൻ രവിയെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ടത്? മോള് കാര്യം പറ. ഉടൻ തന്നെ ഇവിടെ നിന്ന് താമസം മാറാനാ രാജാറാം സാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. താമസം മാറാനോ? എങ്ങോട്ട്? ഞങ്ങൾ അവനെ പേടിച്ച് ഇവിടെ വിട്ട് പോണോന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ എത്ര നാൾ ഒളിച്ചോടും? അമ്മേ, ഇത് ഒരു ഒളിച്ചോട്ടത്തിന്റെ കാര്യമല്ല.
നേരിൽ നിന്നും ആക്രമിക്കുന്ന ശത്രുവിനെ നമുക്ക് നേരിടാം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഈ വീട് ഇപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് സേഫ് അല്ല. രാജാറാം സാറിന്റെ അഭിപ്രായം തന്നെയാ ഇക്കാര്യത്തിൽ എനിക്കും. അമ്മ എങ്ങനെയെങ്കിലും രവി സാറിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഉടൻ തന്നെ ഇവിടെ നിന്ന് താമസം മാറണം. രവി സാറിനോട് ഇത് പറഞ്ഞ സാറ് ചിലപ്പോ ഇതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നിസ്സാരമായിട്ടേ കാണൂ. പക്ഷെ ആ ധൈര്യം ഈ വീട്ടിലെ പലർക്കും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അനാവശ്യ വാശി കാണിച്ച് സന്ദർഭം വഷളാക്കുന്നത് നല്ലതല്ലമ്മേ. മുഖം മൂടി അണിഞ്ഞ മനുഷ്യരാ ചുറ്റും. ആര് നല്ലത് ആര് ചീത്തയെന്നറിയാൻ ബുദ്ധിമുട്ടാ. രാജാറാമിന്റെയും സാന്ദ്രയുടെയും ഭയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിന് ഈ വീട്ടിൽ നിന്ന് ധൃതി പിടിച്ച് താമസം മാറണമെന്ന് പറഞ്ഞ വേണോ അമ്മേ? ഒരു കുടുംബത്തിലെ എല്ലാവരെയും ഒറ്റയടിക്ക് നശിപ്പിക്കാനാണ് അവരുടെ പ്ലാനെങ്കിൽ ഈ വീട് ഇപ്പൊ അതിന് പറ്റുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം രാത്രിയില് രേഖ മേഡം എന്തോ കണ്ട് പേടിച്ച സംഭവത്തിലും രാജാറാം സാറിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ പഴയ വീടായതുകൊണ്ട് ഈ വീടിന്റെ മുക്കും മൂലയും ജിഡിക്ക് കാണാപ്പാടമായിരിക്കും. രേഖ മേഡത്തിന് സംഭവിച്ചത് നാളെ മറ്റാർക്കെങ്കിലും സംഭവിച്ചാ ചിലപ്പോ അതൊരു പനി കൊണ്ട് തീരാവുന്ന ആവില്ല. എതിരെ നിൽക്കുന്നത് ജിഡിയാണ്. അതോർത്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത്. എന്നാ രവിയുടെ അഭിപ്രായം തന്നെയാ മോളെ എനിക്കും. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നത് ബുദ്ധിയല്ല. പോലീസും സെക്യൂരിറ്റീസും ജിഡിയെ തിരക്കാണെന്നല്ലേ സാന്ദ്ര പറഞ്ഞത്? അവരുടനെ അയാളെ പിടിച്ചോളും. അല്ലെങ്കിൽ അപ്പം നമുക്കൊരു തീരുമാനം എടുക്കാം. ഇക്കാര്യത്തിൽ ഞാൻ രവിയോട് തൽക്കാലം ഒന്നും പറയുന്നില്ല. മോൾക്കതിൽ വിഷമമൊന്നും തോന്നരുത്. ശരിയാ, ജിഡി ജയിൽ ചാടിയത് അപകടം തന്നെയാ. അത് സമ്മതിക്കുന്നതിനോടൊപ്പം ഞങ്ങൾ ഭീരുക്കളല്ല എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം രവി എടുക്കുമെന്നാ എന്റെ പൂർണ്ണമായ വിശ്വാസം. അത് ശരിയാ ഗായത്രിയമ്മേ. ഞാൻ ഇതുവരെ അഭിപ്രായം ഒന്നും പറയാതിരുന്നത് ഗായത്രിയമ്മ എന്ത് തീരുമാനിക്കും എന്നറിയാനായിരുന്നു. സാന്ദ്രേ, കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത് വെറും മോഷണശ്രമം മാത്രമായിരുന്നു. അതിനെ ജിഡി ജയിൽ ചാടിയതുമായി ചേർത്ത് വായിച്ച് ചെറിയ കാര്യങ്ങളെ കുഞ്ഞും രാജാറാം സാറും കൂടി ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കുക. പെട്ടെന്നൊരു വീട് മാറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓഫീസ് മാറിയപ്പോ പഴയ ഓഫീസിലെ എല്ലാ സാധനങ്ങളും കൊണ്ടിട്ടിരിക്കുന്നത് നമ്മുടെ പഴയ വീട്ടിലാ. അവിടെ ഇപ്പൊ താമസിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയിലല്ല. രാജാറാമിനും സാന്ദ്രയ്ക്കും ഈ കുടുംബത്തിനുള്ള സ്നേഹവും കരുതലും അമ്മയ്ക്ക് മനസ്സിലാവും. നിങ്ങളുടെ വാക്കിനെ ഞാൻ മാനിക്കുന്നില്ല എന്ന തോന്നലും വേണ്ട. ഞാനിത് രവിയോട് പറയാത്തത് അവന്റെ ധൈര്യത്തെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് അവന് തന്നെ തോന്നാതിരിക്കാനാ. അല്ലാതെ വേറൊന്നും മോള് വിചാരിക്കണ്ട. മോള് വാ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നമുക്ക്. അയ്യോ ഇല്ലമ്മേ, പോയിട്ട് കുറെ ജോലിയുണ്ട്. അമ്മേ, ഒരു കോളുണ്ട്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ആ ശരി. ഹലോ സാന്ദ്ര മേഡം, ഞാൻ പറയുന്നതുകൊണ്ട് വിരോധമൊന്നും തോന്നരുത്. ഞാനിത് പറയാൻ ആളാണോന്നും എനിക്കറിയില്ല. വലിയ കുറെ പ്രശ്നങ്ങളിൽ നിന്ന് ഈ കുടുംബം കരകയറുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഇവിടെ വ്യക്തിപരമായ പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ട്. അത് കുറെയൊക്കെ കുഞ്ഞിനും അറിയാവുന്നതാണല്ലോ. മാത്രമല്ല, നിങ്ങൾക്കൊക്കെ ഒരുപാട് ജോലികൾ ഓഫീസിൽ ഉള്ളതല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഗായത്രിയമ്മയും മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ വീട്ടിലെ ആളുകളോട് നന്ദിയും കൂറുമുള്ള ഒരു അന്തേവാസിയുടെ അപേക്ഷയായി കരുതിയാൽ മതി. ശരിയാവുന്നില്ലല്ലോ.
പിന്നെന്താ മാഡം, ഉറങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ലേ? അതോ സ്വന്തം സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുകയാണോ? അതല്ല സർ, പെട്ടെന്നൊരു ആവേശത്തിന് സമ്മതിച്ചെങ്കിലും എനിക്കിപ്പോ പേടിയാവുന്നു. ഫോട്ടോഷൂട്ടിന് എങ്ങനെയാ പോസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അതിനുള്ള പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഓഹോ, പ്രാക്ടീസ് ആയിരുന്നു. അതെ സർ. ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന കാര്യം ആലോചിക്കുമ്പോ തന്നെ പേടിച്ചിട്ട് കൈയും കാലും വിറയ്ക്കുന്നു. തല ഇറങ്ങുന്ന പോലെയൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഏയ്, നമുക്ക് വേറെ ആരെങ്കിലും വയ്ക്കാം സർ. ഡോ, താനെന്തീ പറയുന്നത്? ഇനി പറ്റില്ലെന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ശ്ശോ. ഓ, ഈ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ സമ്മതിക്കണം. ഒരേ സമയം കരഞ്ഞും പിന്നെ ചിരിച്ചും അതിന്റെ കൂടെ ഡയലോഗുകൾ പറഞ്ഞും. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ ബാക്കിയുള്ളവർ കഷ്ടപ്പെടുക. കഷ്ടപ്പാടിന്റെ ഒന്നും ഒരാവശ്യമില്ല. താൻ പോസ് ചെയ്താൽ ദാ ഇങ്ങനെ ഇതുപോലെ 2 ക്ലിക്ക്, സംഗതി ക്ലീൻ. സാറിന് അങ്ങനെയൊക്കെ പറയാം. എന്താ പിന്നെ സാറിന് ചെയ്തൂടെ? ഞാൻ സാരിയെ കൊടുത്ത് പോസ് ചെയ്യാനോ? എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ല സർ. സാറ് സാരിയൊക്കെ എടുത്ത് നിൽക്കുന്നത് ഒന്ന് ഇമാജിൻ ചെയ്തതാ.